ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് എൻ്റെ ഒരു ഹോം ടൂറായിട്ടോ കാണിക്കുന്നത്. അപ്പം വാ നമുക്ക് എല്ലാവർക്കും എൻ്റെ വീടൊന്ന് കറങ്ങി കണ്ടാലോ. അപ്പോൾ കുറേ വർഷങ്ങൾ, ഒരു 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു വീടായിട്ടോ എൻ്റേത്. അപ്പം നമ്മൾ വീടിനകത്തേക്ക് പോവുക. അപ്പോൾ നമ്മളത് റിനോവേഷനൊന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ അകത്ത് ചെയ്ത് അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നൊരു വീടായിട്ടോ. അപ്പം ഇത് ഞങ്ങളെ ഹാളായിട്ടോ, കുഞ്ഞ് ഒരു ഹാളാണ്. 2 ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പുറത്തെ ഭാഗത്ത് ടേബിൾ ഇടാനും ഫ്രണ്ട് ഭാഗത്ത് ഈ സെറ്റ് ഇടത്തൊക്കെ ഈ കുഞ്ഞ് സ്ഥലമേ ഉള്ളൂ കേട്ടോ, TV സ്റ്റാൻഡ് വെക്കത്തൊക്കെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചൊരു റൂമായിട്ടോ, അതിലൊരു ബെഡും നമുക്ക് നിസ്കരിക്കത്തെ അത്യാവശ്യ സ്ഥലവും പിന്നെ ഒരു അലമാരയും വെച്ചിട്ടുണ്ട്. അപ്പം മുമ്പിലത്തെ വീടുകളെല്ലാം കുഞ്ഞു കുഞ്ഞു റൂമുകളല്ലേ, അപ്പം ഇതും അതുപോലെ ഒന്നിലധികം റൂമുകളുണ്ട്, പക്ഷേ എല്ലാം കുട്ടി കുട്ടി റൂമുകളാട്ടോ. അങ്ങനെതാ ഈ റൂം ഇങ്ങനെയാട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയ സ്പേസൊന്നുമില്ല, എന്നാലും കട്ടിലൊക്കെ ഇട്ട് നല്ലതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതിലൊരു ഷെൽഫും കൂടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഒരു കുട്ടി, മുമ്പൊക്കെ ആളുകൾ പൂജാമുറി പോലെ ഉപയോഗിച്ചിരുന്ന റൂമായിട്ടോ. അപ്പം തറയൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഹാളിലും കിച്ചണിലും കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ടൈലിട്ടേക്കുന്ന. അപ്പോൾ പണ്ടത്തെ ഒരു ഇങ്ങനെ മുകളിലോട്ട് തുറക്കുന്ന ഒരു ജനലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ മെഷീനൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ, മെഷീനും മോളുടെ ബുക്കൊക്കെ വെക്കാനായിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന കേട്ടോ. അപ്പം ഈ റൂം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഹാളായിട്ടോ. ഹാളിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ടേബിൾ ഇട്ടിട്ടുണ്ട്. ടേബിളും ഫ്രിഡ്ജും ഒക്കെ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിന് അപ്പുറത്തെ ഭാഗത്തും ആ കർട്ടൻ കിടക്കുന്നിടത്ത് ഒരു റൂമായിട്ടോ. അതിനിപ്പുറം ഒരു റൂമുണ്ട്. 3-4 റൂമുണ്ട് കേട്ടോ. വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും അകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടി കുട്ടി റൂമുകളാണെന്നുണ്ടെങ്കിൽ 3-4 റൂമൊക്കെ ഉണ്ട്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അലമാരയായിട്ടോ, ഒരു 31 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അലമാരയാണ്. പിന്നെ ഇതൊരു അത്യാവശ്യം ഒരു നല്ല വലുപ്പമുള്ളൊരു റൂമായിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അഡീഷണലായിട്ട് കെട്ടിയതായിട്ടൊരു ബാത്റൂമും, പിന്നെ എൻ്റെ ഈ കിച്ചൺ കുറച്ച് പേരെങ്കിലുമൊക്കെ മുമ്പിലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് നീറ്റാക്കി എടുത്തേ കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് പുതുക്കി പണിയാനൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളിതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ കുട്ടി അടുക്കളയും അതാണ്. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഒരു ഷെഡായിട്ടോ കൊടുത്തേക്കുന്നത്. അതും നമ്മൾ അഡീഷണൽ അടിച്ച് ചേർത്തതായിട്ടോ. അപ്പോൾ ഇങ്ങനൊരാളിനെ കാണുന്നില്ല എന്ന് 2-3 പേര് കമൻറ്റിലിട്ട്, ഇത് ആൾ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ആൾ സുഖമായിട്ട് കഴിക്കുക, കിടക്കുക, അങ്ങനത്തെ ഒരു ശീലത്തിൽ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫോൺ ചാർജ് ചെയ്തിടാനും ഫോണിൽ കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാക്കി ഇട്ടേക്കും കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്കും ഇവിടെ തന്നെ കേട്ടോ വെച്ചേക്കുന്നത്. ആളില്ലാത്തത് കൊണ്ട് ഇതിവിടെ മഴയൊന്നും വീഴാതെ സൂക്ഷിച്ച് ഇവിടെ വെച്ചേക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ആളിനെ ഒന്നും കൂടെ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ലോണം ഒന്ന് കണ്ടോ, അങ്ങനെയൊന്നും കാണാൻ കിട്ടത്തില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല കേട്ടോ. ഇഷ്ടമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.